മേപ്പയ്യൂർ ടൗണിലെ ക്ലിനിക്കിൽ ഇന്നലെ രാവിലെ 6:30യോടുകൂടിയാണ് ഈ അക്രമ സംഭവം ഉണ്ടായത്. രാവിലെ ക്ലിനിക്ക് തുറന്ന് അകത്ത് ഉണ്ടായിരുന്ന യുവതിക്ക് നേരെ, ജീവനക്കാരിക്ക് നേരെ ഈ യുവാവ്, പുറത്തുനിന്ന് വന്ന യുവാവ് ആക്രമണം നടത്തുകയും ബലമായി കീഴ്പ്പെടുത്തി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അക്രമി ആദ്യം ലാബിലെത്തി, ക്ലിനിക്കിലെത്തി യുവതിയുമായി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പുറത്തിറങ്ങി പരിസരത്ത് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വീണ്ടും ഈ ക്ലിനിക്കിലേക്ക് എത്തി യുവതിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു. നിലത്ത് തള്ളിയിടുകയായിരുന്നു. അതിനുശേഷം യുവതി ബലമായി അതിൽ കുതറിമാറാൻ ശ്രമിക്കുന്നുണ്ട്. നിലവിളിച്ച് ശബ്ദമുണ്ടാക്കി. അപ്പോൾ പരിസരത്തു നിന്നും ആളുകൾ എത്തും എന്ന ഒരു ഭീതി ഉടലെടുത്തപ്പോഴാണ് ഈ അക്രമി അവിടെ നിന്നും പുറത്തിറങ്ങി ഓടിയത്. നാട്ടുകാർ പിന്നീട് തൊട്ടയൽപ്പക്കത്തുള്ള അടുത്തുള്ള ഹോട്ടൽ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഈ യുവാവിന് പിറകെ ഓടിയിരുന്നു. പക്ഷേ കിട്ടിയില്ല, ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ഓടുന്നതിനിടെ യുവാവ് ഷർട്ട് മാറ്റി പുതിയ ഷർട്ടിട്ട് പോകുന്നുണ്ട്. പഴയ ഷർട്ട് അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അത് പോലീസിന് പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞു. ആ ഷർട്ടിൽ നിന്നും ഒരു മൊബൈൽ നമ്പർ പോലീസിന് ലഭിച്ചു. ഈ നമ്പർ ഈ യുവാവിൻ്റെ, അക്രമിയുടെ സുഹൃത്തിൻ്റെതാണെന്ന് മനസ്സിലായി. അങ്ങനെ അതുവഴിയാണ് ഈ യുവാവിനെ പോലീസ് കണ്ടെത്താൻ കഴിഞ്ഞത്. മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി മുഹമ്മദ് ജാസിൻ എന്ന ആളാണ് ഈ അക്രമം നടത്തിയതെന്ന്, യുവതിയെ പീഡിപ്പിക്കാൻ, ബലമായി കീഴ്പ്പെടുത്തി പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ യുവാവിനെ ഇന്ന് രാവിലെയോടുകൂടി കുന്നമംഗലത്ത് വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇയാൾക്കെതിരെ നേരത്തെയും 3 പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ യുവതി ഈ രീതിയിൽ മനോധൈര്യത്തോടു കൂടി യുവാവിനെ നേരിട്ട് ബലമായി ചെറുക്കുകയും നിലവിളിക്കുകയും ഒന്നും ചെയ്തിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ വലിയ അക്രമം അവിടെ നടക്കുമായിരുന്നു. ഏതായാലും പോലീസ് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ കേസ്, ഈ അന്വേഷണം നടത്തുന്നത്. ഇയാളുടെ പഴയ കേസുകളിലെ വിശദാംശങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. യുവാവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.